അസ്സലാമലൈക്കും. പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിവിടെ ഒരു സിമ്പിളായിട്ട് എങ്ങനെ തക്കാളി ചട്നി ഉണ്ടാകുമെന്നാണ് നോക്കുന്നത്. അപ്പോൾ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്തിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു തക്കാളി ചട്നിയാണ് എല്ലാവരും ട്രൈ ചെയ്തത്. അപ്പോൾ അതിന് നമ്മൾ ഫസ്റ്റ് ഞാൻ കാണിച്ചതില്ലേ, 2 തക്കാളി, പിന്നെ ഒരു സവാള, ഒരു 3-4 വെളുത്തുള്ളി, ഇത്രയാണ് നമ്മൾ എടുത്തിട്ടുള്ളൂ. അത് ഇതുപോലെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഒരു പാനിൽ ചൂടാക്കി അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം അതൊന്ന് ചൂടായിട്ട് ഈ നമ്മൾ കട്ട് ചെയ്ത് വെച്ച വെജിറ്റബിൾസ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിങ്ങനെ മിക്സ് ചെയ്ത് നമുക്ക് ഇളക്കിക്കൊണ്ട് നിൽക്കൊന്നും വേണ്ട. കുറച്ച് നേരം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, ഒരു പാത്രം വെച്ചിട്ട് അതൊന്ന് മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഏകദേശം, അതിന് ശേഷം ഒന്ന് തുറന്ന് നോക്കിയാൽ ആ വെജിറ്റബിൾസൊക്കെ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു പരുവായി കഴിഞ്ഞാൽ ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലോട്ട് ഉപ്പും മുളക് പൊടി മാത്രമാണ് പൊടികളായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നുള്ളൂ. വേറെ മസാലാസും കാര്യങ്ങളൊന്നും യൂസ് ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ ഇത് ആവശ്യത്തിന് ഉപ്പ് നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് എത്രയാണ് ഉപ്പ് വേണ്ടത് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അളവൊന്നും ഞാൻ കറക്റ്റ് പറയുന്നില്ല. നമ്മൾ എടുക്കുന്ന ആ ഒരു തക്കാളിയുടെയും സവാളയുടെയും ക്വാണ്ടിറ്റി അനുസരിച്ചിട്ട് വേണം നമുക്ക് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുക. ഉപ്പൊന്ന് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാനതുപോലെ മുളക് പൊടി ഞാൻ ചേർക്കുന്നത് കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ. എരിവില്ലാത്ത മുളക് പൊടിയാണ്. 1 ടീസ്പൂണേ ചേർക്കുന്നുള്ളൂ. കാരണം എരിവ് നമുക്ക് ഭയങ്കര എല്ലാവർക്കും അധികം ഇഷ്ടമല്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ മുളക് പൊടിയുടെ പകരമായിട്ട് ഉണക്കമുളകില്ല, അത് 2 ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. അപ്പം അതില്ലാത്തതിൻ്റെ പേരിലാണ് ഞാൻ മുളക് പൊടി ചേർത്തത്. അതൊന്ന് ചേർത്ത് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. മുളക് പൊടി അതിൻ്റെ കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അത് റോസ്റ്റ് ആയതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ചൂടാറാൻ വേണ്ടി വയ്ക്കാം. എന്നിട്ട് ചൂട് ഫുള്ള് പോയതിന് ശേഷം മാത്രം മിക്സിയുടെ ജാറിലോട്ട് ഈ ഒരു മിക്സഡ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് വേണം മിക്സിയിൽ അടിച്ചെടുത്തതിന് ശേഷം ആണ് ഇനി നെക്സ്റ്റ് ആയിട്ട് കാണാൻ പോകുന്നത്. ഇപ്പോൾ ഞാൻ മിക്സിയിൽ അടിക്കട്ടെ. ഇനി ഒരു പാൻ വെച്ചിട്ട് ഇതുപോലെ ഈ സെയിം പാൻ തന്നെ, അത് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത പാൻ തന്നെയാണ്. ആ പാനിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് കടുക് പൊട്ടിക്കാം. അപ്പോൾ ചൂടായി വരുമ്പോൾ ഇത്തിരി പോരം കടുക് ഇടാം. അതൊന്ന് പൊട്ടി വന്നതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് എന്ത് ചെയ്യുക, ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു തക്കാളിയും സവാളയും വെളുത്തുള്ളിയും കൂടി വഴറ്റിയത് മിക്സില്ലേ, ആ ഒരു മിക്സ് എടുത്തിട്ട് ഇതുപോലെ അരച്ച് വെച്ചിട്ട് ആ ഒരു പാനിലോട്ട് കടുക് പൊട്ടിയതിന് ശേഷം ഇട്ട് കൊടുക്കുക. വേപ്പിലൊക്കെ ഒന്ന് വാട്ടി അതിലോട്ട് അത് ഒഴിക്കുക. ഒരിത്തിരി വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ആ ഒരു മിക്സി ജാറും കൂടി കഴിക്കിട്ട് ആ വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതുപോലെ ഇഡ്ഡലിയുടെ കൂടെ നമുക്ക്